a superhero. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു റിമോട്ട് കാർ നിർമ്മിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്ക് നേരെ വീട്ടിലോട്ട് വിട്ടാലോ. ഫസ്റ്റ് നമ്മൾ 4 വീല് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെയുള്ള 4 ഗിയർ മോട്ടറും മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മോട്ടറിൻ്റെ ഷാഫ്റ്റിൽ വീല് കണക്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അത് ലോക്കാവും. ഇപ്പോൾ ഗിയർ മോട്ടറിൽ വയർ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ടല്ലേ. ഒരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് നമ്മുടെ മോട്ടറിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മുടെ കാർഡ്ബോർഡിൻ്റെ 4 വശങ്ങളിലാക്കി ഒട്ടിച്ചെടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ 4 എണ്ണം ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞല്ലേ. ഇനി നമ്മൾ കാർഡ്ബോർഡിൽ 2 ഹോള് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്തിനെന്നാൽ നമ്മൾ വയറുകളെല്ലാം പുറത്തേക്ക് എടുക്കാനായിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. അതുപോലെ ഞാനൊരു RC കൺട്രോളിൻ്റെ സർക്യൂട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ RC കൺട്രോളിൻ്റെ റിസീവ് സെക്ഷൻ. ഇതാണ് നമ്മുടെ റിമോട്ട്. ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ സർക്യൂട്ട്. അതായത് നമ്മളൊരു ബോട്ട് കൂടെ മേക്ക് ചെയ്തിരുന്നു. ഓക്കെ, ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. സിമ്പിളാണ് കേട്ടോ ഇത്. ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ബാറ്ററി കൊടുക്കുന്നതും പോസിറ്റീവും നെഗറ്റീവും ബാക്കും ഫ്രണ്ടും റൈറ്റും ലെഫ്റ്റും എല്ലാം ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ് കേട്ടോ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് നമ്മുടെ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചെടുക്കണം. നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിലുള്ള 2 മോട്ടറും ഒരു കണക്ഷനായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അതായത് റൈറ്റും ലെഫ്റ്റും എന്ന് എഴുതിയിരിക്കുന്നതിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. പുറകിലെ 2 മോട്ടറും ബാക്കും ഫ്രണ്ടിലുമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാറ്ററി കേസ് കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഇനി ആൻറ്റിനെ കൂടെ സെറ്റ് ചെയ്യാം അല്ലേ. അതിനായിട്ട് നമ്മൾ സ്ക്രൂ സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഹോള് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ആൻറ്റിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് റിമോട്ട് കൂടെ സെറ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഓക്കെ, അതിനായിട്ട് നമ്മളൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ഒരു ഹോള് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനെന്നാൽ നമ്മുടെ ബാറ്ററി കേസിൽ കണക്ഷൻ കൊടുക്കാനാണ് കേട്ടോ. നമ്മുടെ ബാറ്ററി കേസ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ 2 വയറും സോൾഡർ ചെയ്ത് കൊടുക്കാമല്ലേ. ഇനിയുള്ളത് ആൻറ്റിനെയാണ്. അതുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആൻറ്റിനെ ഇളകി പോകാത്ത രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഒരു പെന്നോ പെൻസിലോ കൊണ്ട് റൈറ്റും ലെഫ്റ്റും ബാക്കും ഫ്രണ്ടെല്ലാം ഒന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഈസി ആയിരിക്കും കേട്ടോ. നമ്മുടെ റിമോട്ടിൻ്റെ ബാറ്ററി കൂടെ ഇൻസെർട്ട് ചെയ്യുന്നുണ്ട്. ഇതോടെ നമ്മുടെ റിമോട്ടിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇനി നമ്മുടെ കാറിൻ്റെ ബാറ്ററി കേസിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം അല്ലേ. ഇനി നമുക്കൊന്ന് ഇതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഇതിൽ സർക്യൂട്ട് ബോർഡിൽ ഉള്ളതുപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇഷ്യൂ ആയല്ലേ. ഫ്രണ്ടിൽ വീല് കറങ്ങുമ്പോൾ ബാക്കിലുള്ള ഗിയർ മോട്ടറിൻ്റെ വീല് ലോഡായതുകൊണ്ട് കറങ്ങാൻ കഴിയുന്നില്ല, ചുമ്മാ നിൽക്കുകയാണല്ലേ. ഓക്കെ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. 4 ഗിയർ മോട്ടറും ഒരൊറ്റ കണക്ഷനിൽ കൊടുക്കാമല്ലേ. അതായത് ഫേസ് ഒരു കണക്ഷൻ, ന്യൂട്രൽ ഒരു കണക്ഷനിൽ കൊടുക്കാമല്ലേ.
നമ്മുടെ സർക്യൂട്ട് ബോർഡിൽ റൈറ്റും ബാക്കും ഒരു കണക്ഷൻ, ലെഫ്റ്റും ഫ്രണ്ടും ഒരു കണക്ഷനായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിസൾട്ട് കൂടെ എന്തായിരിക്കും എന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ 4 മോട്ടറും ഒരുമിച്ച് വർക്കാവുന്നുണ്ട്. ഇത് നമ്മുടെ ആൻറ്റിനിയും വയറെല്ലാം ഇളകി പോവാതിരിക്കാനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. വർക്കിംഗ് ആണല്ലേ. ഇതിനകത്ത് സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇത്തിരി ലോങ് ഒക്കെ ഓടിക്കാം കേട്ടോ. You're a superhero. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതിലും നല്ല വീഡിയോസുമായിട്ട് കാണുമെന്ന പ്രതീക്ഷയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ.